റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും വ്യവസായി വീരൻ മെർച്ചന്റിന്റെ മകൾ രാധിക മെർച്ചന്റിന്റെയും വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങളിൽ പോപ്പ് ഗായിക റിഹാനയുടെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. റിഹാനയെ എത്തിക്കാൻ അംബാനി കുടുംബം ചെലവാക്കിയത് 8 മുതൽ 9 മില്യൺ US$ അടുത്ത തുകയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ രൂപ 66 മുതൽ 74 കോടി രൂപയോളം വരുമിത്. വ്യാഴാഴ്ചയാണ് റിഹാനയും ട്രൂപ്പും ആഘോഷം നടക്കുന്ന ജാംനഗറിലെത്തിയത്. അതേസമയം 2021 കർഷക പ്രതിഷേധത്തിനിടെ സർക്കാർ മുന്നോട്ടുവച്ച കാർഷിക നയങ്ങളെ റിഹാന വിമർശിച്ചതും ഇപ്പോൾ അംബാനി കുടുംബത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ 2 വർഷശേഷം റിഹാന ഇന്ത്യയിലേക്ക് വന്നതിനെയും ബന്ധിപ്പിച്ച് സോഷ്യൽ മീഡിയകളിൽ ട്രോളുകൾ നിറയുകയാണ്. 2 വർഷം മുൻപ് റിലയൻസ് അംബാനി കുടുംബത്തിനെതിരെ കർഷകർ പ്രതിഷേധിച്ചപ്പോൾ റിഹാന അവരുടെ ബ്രാൻഡ് അംബാസഡറായിരുന്നു. ഇപ്പോൾ അതേ റിഹാന കർഷകരുടെ നാടകത്തിന് 2ാം ഘട്ടം നടക്കുമ്പോൾ അംബാനിയുടെ മകന്റെ വിവാഹത്തിന് നൃത്തം ചെയ്യാൻ പോകുന്നു എന്നാണ് ഒരു എക്സ് അക്കൗണ്ട് പ്രതികരിക്കുന്നത്. ലോകമെമ്പാടും കർഷകർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. എന്നാൽ കർഷക പോരാളിയായ റിഹാന കർഷകർ പ്രതിഷേധിച്ച അതേ അംബാനിക്ക് വേണ്ടി നൃത്തം ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു മറ്റൊരു ഉപഭോക്താവിന്റെ പ്രതികരണം. 2021 കർഷക പ്രതിഷേധത്തിനിടെ ശതകോടീശ്വരന്മാരുടെ കാർഷിക മേഖലയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നവകാശപ്പെട്ടുകൊണ്ട് മുകേഷ് അംബാനിക്കും ഗൗതം അദാനിക്കുമെതിരെ കർഷകർ പ്രതിഷേധിച്ചിരുന്നു. മാത്രമല്ല, പഞ്ചാബിൽ പ്രതിഷേധിച്ച കർഷകർ പ്രക്ഷോഭത്തിനിടെ റിലയൻസ് ജിയോയുടെ 1500 മൊബൈൽ ടവറുകൾ നശിപ്പിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഗുജറാത്തിലെ ജാംനഗറിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികളാണ് എത്തുന്നത്. ബിൽ ഗേറ്റ്സ്, മാർക്ക് സുക്കർബർഗ്, ഡിസ്നി സിഇഒ ബോബ് ഇഗർ, ഇവാങ്ക ട്രംപ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, മുൻ സ്വീഡിഷ് പ്രധാനമന്ത്രി കാൾ ബിൽറ്റ്, മുൻ കനേഡിയൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ, ഭൂട്ടാൻ രാജാവ് എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അതിഥികൾ.